വികസന നായകൻ നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് വിവിധ സേവാ പ്രവർത്തനങ്ങളും സാംസ്കാരിക പരിപാടികളുമാണ് രാജ്യത്തുടനീളം ബി.ജെ.പി. സംഘടിപ്പിക്കുന്നത്. എസ്. ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, പ്രധാന സേവകന്റെ ജന്മദിനം ഗംഭീരമായി ആഘോഷിക്കാൻ തന്നെയാണ് രാജ്യത്തെമ്പാടും ബി.ജെ.പി. അതിൻ്റെ പ്രവർത്തനങ്ങൾ സേവാ പ്രവർത്തനങ്ങളായും സാംസ്കാരിക പരിപാടികളുമായിട്ടൊക്കെ വിപുലീകരിച്ചിരിക്കുന്നത്. എന്തെല്ലാം സേവാ പ്രവർത്തനങ്ങളും സാംസ്കാരിക പരിപാടികളുമാണ് ഇന്ന് അരങ്ങേറുക? രോഹിണി, ഗുഡ് മോർണിംഗ്. രോഹിണി, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം എന്നത്തെയും ഒരു ദിവസം പോലെയാണ് ഇന്നും. അദ്ദേഹം ഈ ജന്മദിനങ്ങൾ ആഘോഷിക്കുക, അത്തരത്തിൽ തൻ്റേതായ ആഘോഷങ്ങൾ അദ്ദേഹം വലിയ രീതിയിൽ കൊണ്ടാടുന്ന ഒരാളല്ല. അതിനാൽ തന്നെ 75-ാം വയസ്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എല്ലാ ദിവസവും പോലെ ഒരു ദിവസമാണ്. പക്ഷേ പ്രവർത്തകരെ സംബന്ധിച്ച് അങ്ങനെയല്ല. കാരണം 75 വയസ്സ് പിന്നിടുമ്പോൾ അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ലോക നേതാവായി വളർന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. പരമാവധി അത് ആഘോഷമാക്കാൻ തന്നെയാണ് ബി.ജെ.പി. പ്രവർത്തകരുടെ തീരുമാനം. ബി.ജെ.പി. സെൻട്രൽ കമ്മിറ്റി ഓഫീസിൽ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആഘോഷ പരിപാടികളുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ ബി.ജെ.പി. ആസ്ഥാനങ്ങളിൽ ഇന്ന് ആഘോഷ പരിപാടികൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ആഘോഷങ്ങൾക്കപ്പുറം പ്രധാനമന്ത്രിയുടെ ജന്മദിനം സേവാ ദിനമായാണ് ബി.ജെ.പി. പ്രവർത്തകർ ആഘോഷിക്കുന്നത്. അതായത് സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സഹായം, സേവനം ആവശ്യമുള്ള ആളുകളിലേക്ക് സേവനം എത്തിച്ചു നൽകുക എന്നതാണ് ഈ ഒരു ദിവസം ബി.ജെ.പി. പ്രവർത്തകർ കൂടുതലായി ചെയ്യുക. അതിനാൽ തന്നെ പ്രധാനമന്ത്രിയുടെ ജന്മദിനം കഴിഞ്ഞ ദിവസം മുതൽ, ഇന്നലെ മുതൽ തന്നെ അതിൻ്റെ ദൃശ്യങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിത്തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇന്നൊരു ദിവസം വരെ കാത്തിരിക്കാതെ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഈ ആഘോഷ പരിപാടികൾ ഇതിനോടകം ആരംഭിച്ചും കഴിഞ്ഞു. അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് പ്രധാനമന്ത്രി തന്നെ ഏറ്റവും പിന്നാക്കാവസ്ഥയിൽ നിന്നും വളർന്നു വന്നയാളാണ്. ഒരു ചായക്കട നടത്തിയിരുന്നയാളാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ. വീട്ടുജോലി ചെയ്ത് തൻ്റെ മക്കളെ വളർത്തിയിരുന്നയാളാണ് പ്രധാനമന്ത്രിയുടെ അമ്മ. അങ്ങനെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു സമൂഹ സാഹചര്യത്തിൽ നിന്നും വളർന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറിയ വ്യക്തിയാണ് നരേന്ദ്രമോദി. എന്നതിനാൽ തന്നെ സേവാ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഊന്നൽ നൽകുക എന്നതാണ് ബി.ജെ.പി. പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. വിവിധ രാഷ്ട്ര നേതാക്കൾ ഇതിനോടകം പ്രധാനമന്ത്രിക്ക് ആശംസ അറിയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിക്ക് ഇന്നലെ രാത്രിയിൽ തന്നെ കാലേകൂട്ടി ആശംസാ സന്ദേശം അയച്ചു. പ്രധാനമന്ത്രി അതിന് നന്ദി അറിയിക്കുകയും ചെയ്തു. ഇപ്പോൾ തുടർച്ചയായി നമുക്ക് ആ പേരുകളൊക്കെ തന്നെ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. രാഷ്ട്ര നേതാക്കൾ എല്ലാവരും തന്നെ ആശംസ അറിയിക്കുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ വിവിധ രാഷ്ട്രീയ നേതാക്കൾ അദ്ദേഹത്തിന് ആശംസ അറിയിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും രസകരമായ ഒരു സംഭവം കൂടി പറയാം. കാരണം 75-ാം വയസ്സിൽ ഇന്ത്യക്ക് പുതിയ പ്രധാനമന്ത്രി ഉണ്ടാകുമെന്നും നരേന്ദ്രമോദി വീട്ടിലിരിക്കും എന്നുള്ള രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. 75 വയസ്സിന് ശേഷം ഇന്ത്യക്ക് പുതിയ പ്രധാനമന്ത്രിയെ കണ്ടെത്തുന്നതിന് വേണ്ടി കൂലങ്കുഷമായ ചർച്ചകൾ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ തന്നെ നടന്നിരുന്നു, വിശേഷിച്ച് കേരളത്തിലെ മാധ്യമങ്ങളിൽ. എന്തായാലും അവർക്കെല്ലാവർക്കും ആശ്വസിക്കാം. ഇന്ന് പ്രധാനമന്ത്രിക്ക് 75 വയസ്സ് തികയുന്നു. ഇന്ന് ഈ നിമിഷം വരെ നരേന്ദ്രമോദി തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അതെ, ശരി ശ്രീകാന്ത്. വികസന നായകൻ നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് വിവിധ സേവാ പ്രവർത്തനങ്ങളും സാംസ്കാരിക പരിപാടികളുമാണ് രാജ്യത്തുടനീളം ബി.ജെ.പി. സംഘടിപ്പിക്കുന്നത്.